വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ഖത്തറിലെ ഉമ്മുൽ അഹമ്മദി എന്ന് പറയുന്നൊരു ഡെസേർട്ടിലാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കൂണുകൾ, നമ്മുടെ നാട്ടിലുള്ള കൂണുകളിലെ ഏറ്റവും വലിയ പ്രധാനിയായ വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്ന അറബികളിലൂടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന, അതുപോലെ തന്നെ ഏറ്റവും ഹെൽത്തിയായ ഒരു കൂണ് നമ്മൾ ഇവിടുന്ന് ഈ ഡെസേർട്ടിലാണ് കാണാൻ കഴിയുക. അത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അത് ഇപ്പോൾ കുറേ ആളുകൾ ഈ ഒരു മഴ സീസൺ, അതുപോലെ തന്നെ നല്ല തണുപ്പ് സീസണാണ്, ഈ ഒരു സമയത്താണിത് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ സാധിക്കുക. അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അതിൻ്റെ വിശേഷണങ്ങളിലേക്ക് നമുക്ക് പോകാം. नहीं इधर बॉल है ऐसा जाइए सर उधर से आने का रास्ता है ठीक है इस पे ऊपर बैठ सकते नहीं वो अंदर बच्चे है बच्चा ओ हाँ अभी थोड़ा चल के जाता है हाँ ठीक है बच्चा ना इसलिए घुमाने मनते हैं हाँ सही है ओके ठीक है डॉक्टर सलीम में जाना है ना कौन से मर्ज में ओके അറബികളുടെ സംസ്കാരത്തിൻ്റെയും അതേപോലെ ഭക്ഷണ രീതികളുടെയും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഈ കൂണ്. സാധാരണ കാലങ്ങളിൽ കാലാവസ്ഥ മാറുന്നതിന് മുന്നോടിയായിട്ടുണ്ടാകുന്ന മഴക്കാലത്തോടു കൂടിയാണ് ഈ കൂണുകൾ ലഭ്യമാകുന്നത്. ഇത് വളരെ വിലപിടിപ്പുള്ളതാണ്. അറബികൾ വ്യാപകമായി ഈ കൂണിന് വേണ്ടി മഴ പെയ്യുന്നതോടുകൂടി കുടുംബത്തോടൊപ്പം ഡെസേർട്ടുകളിൽ വന്ന് കൂണിന് വേണ്ടി വ്യാപകമായ തിരച്ചിൽ നടത്താറുണ്ട്. ഇത് വലിയൊരു പ്രാധാന്യം നിറഞ്ഞൊരു കൂണാണ്, കൂണ് വർഗത്തിൽപ്പെട്ട. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്ന അറബികൾക്കിടയിൽ തന്നെ ഏറ്റവും പ്രചാരത്തിലുള്ളതും അതുപോലെ തന്നെ മാർക്കറ്റിൽ ലഭ്യമാകുന്ന കൂണുകളിലെ ഏറ്റവും വില കൂടിയ ഒരു ഉൽപ്പന്നമാണ്. മരുഭൂമിയിൽ കൃത്യമായി ഇതെവിടെയാണ് ഉണ്ടാകുക എന്നുള്ളത് ഈ അറബികൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ അവർ വന്നാൽ ധാരാളം ശേഖരിച്ച് പോകാറുമുണ്ട്. അൽക്കോർ, ഷമാൽ, ഉംബ ഉൾപ്പെടെയുള്ള ദൂരങ്ങളൊക്കെ പോയിട്ടാണ് കൂടുതലും ശേഖരിക്കുന്നത് കാണാറുള്ളത്. അറബികൾക്ക് ഭക്ഷണ കാര്യങ്ങളിൽ ഇത് വളരെ പ്രിയപ്പെട്ട ഒരു വിഭവം കൂടിയാണ് ഈ കൂണ്. ഇത് ഭക്ഷണത്തോടൊപ്പം ഒരു ഔഷധ വീര്യം കൂടി ഉണ്ട് എന്ന് അറബികൾ വിശ്വസിക്കപ്പെടുന്നു. അറബികളുടെ പുരാതനമായ ഒരു ജീവിത രീതിയുടെ ഭാഗമാണ്. അറബികളൊക്കെ സാമൂഹ്യമായും സാംസ്കാരികമായും സാമ്പത്തികമായും ഒരുപാട് വളർന്നിട്ടുണ്ട് എങ്കിലും ഇത്തരം ചില വിശ്വാസങ്ങളിൽ അല്ലെങ്കിൽ ഭക്ഷണ രീതികളിൽ അവരിപ്പോഴും ഇത് പിന്തുടരുന്നത് കാണാറുണ്ട്. അറബികൾ ഈ ഒരു മഷ്റൂമിന് പറയുന്ന പേര് ഫക്കാഹ എന്നാണ്. ഒരു പ്രത്യേകതരം മഷ്റൂം ആയതുകൊണ്ട് തന്നെയാണ് അറബികൾ ആ ഒരു സവിശേഷത നിറഞ്ഞ ഒരു നാമം ഇതിന് നൽകാൻ കാരണം തന്നെ. ധാരാളം ആണ് ഈ ഒരു പ്രദേശത്ത് ഇത് കാണാൻ സാധിക്കുക. അറബികൾ ഒന്നടങ്കം കുടുംബമായിട്ടൊക്കെ വന്നിട്ട് ഈ ഒരു കൂണ് ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അതുപോലെ തന്നെ മാർക്കറ്റിലൊക്കെ വളരെയധികം പ്രാധാന്യമാണ് ഈ ഒരു കൂണിന്. വ്യാപകമായിട്ട് ഈ കൂണുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന അറബുകൾക്കാണ്. കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം. കാരണം ഇത് വളരെയധികം വിരളമായിട്ടാണ് ഇത് കാണപ്പെടുക. അതുതന്നെ മരുഭൂമിയിൽ ആദ്യ മഴയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഈ കൂണുകൾ കൂടുതലായിട്ടും ഈ ഒരു മരുഭൂമിയിൽ കാണാൻ സാധിക്കുക. ധാരാളം വിറ്റമിൻസും മിനറൽസും അടങ്ങിയ ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ ഒരു തരം കൂണാണ്. ധാരാളം ആളുകളാണ് ഈ ഒരു കൂണ് ഹണ്ടിങ്ങിനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഹണ്ടിങ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു പക്ഷേ ഇതൊരു ഹണ്ടിങ് ആയിട്ട് തന്നെ ആൾക്കാർ കൂട്ടും. കാരണം ഇത് വളരെയധികം വിരളമായി കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം കൂൺ വർഗത്തിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ ഒരുപാട് സവിശേഷതകളുള്ളതും അതുപോലെ തന്നെ ഔഷധ ഗുണമുള്ളതും ആയതുകൊണ്ട് അറബികൾക്കിടയിൽ വളരെയധികം ഒരു പ്രാധാന്യമാണ് ഈ കൂണിന് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂണ് ഏകദേശം കുറഞ്ഞ രീതിയിലുള്ളതാണ് കിട്ടിയത്. എങ്കിലും അത് നമ്മൾ എങ്ങനെ അത് പാകം ചെയ്യാമെന്നതൊക്കെ നമ്മൾ അതിനെക്കുറിച്ച്
ഒന്ന് സ്റ്റഡി ചെയ്യാനുണ്ട്. മഴയോട് കൂടിയ ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് കൂടുതലായിട്ട് ഫക്കാഹ മരുഭൂമിയിൽ കാണാൻ നമുക്ക് സാധിക്കുക. പിന്നെ ഇത് ഒരു ഉരുളൻ കിഴങ്ങ് പോലെ അതുപോലെ തന്നെ കല്ല് പോലെയൊക്കെയാണ് ഈ മരുഭൂമികളിൽ ഇത് പ്രത്യക്ഷമാവുക. അതുപോലെ തന്നെ ഈ ഒരു മഷ്റൂം എടുക്കാൻ വരുന്ന ഈ ഒരു ഫക്കാഹ എടുക്കാൻ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാമ്പുകളെ, മരുഭൂമിയിലുണ്ടാവുന്ന പാമ്പുകളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യക്ഷമതയോട് കൂടി തന്നെ ഈ ഒരു ഫക്കാഹ എടുക്കാൻ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലുള്ള കാഴ്ചകളാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക.